പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, അതിരാവിലെ എഴുന്നേറ്റ് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെ ഓർത്ത് അച്ഛൻ ഈശോയ്ക്ക് നന്ദി പറയാം. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെല്ലാവരെയും ഓർക്കാം, പ്രാർത്ഥിക്കാം. പ്രഭാതത്തിലായിരുന്നുകൊണ്ട് അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനജാല ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഓരോ മക്കളിലും വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നമ്മൾ പ്രത്യേകം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് ദമ്പതിമാരായ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ദൈവം നൽകിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം മുഴുവനുമായും അച്ഛൻ ദൈവസേനയിൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ധ്യാനിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ചാകുമ്പോൾ, പ്രിയമുള്ളവരെ, ഓരോ ദമ്പതിമാരുടെ സ്വപ്നമുണ്ട്, ആഗ്രഹമുണ്ട്, അഭിലാഷമുണ്ട്. അതാണ് ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. ഓരോ ഭാര്യയും ഭർത്താവും മനസ്സിൽ പറയുന്നുണ്ട്, ജീവിത പങ്കാളിന്ന് ആഗ്രഹിക്കുന്നത് എന്താണത്. എൻ്റെ ഭാര്യയാണ് ഭർത്താവാണെങ്കിലും എന്നെ എപ്രകാരം സ്നേഹിക്കണമെന്ന് വെളിപ്പെടുത്തുന്ന വചനമാണ് ഉത്തമഗീതം 8:6. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രിയമുള്ളവർ, അങ്ങനെ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. അതിലപ്പുറം എന്താ അർത്ഥം? ഹൃദയത്തിലും ശരീരത്തിലും മുഴുവനും എന്നെ അടയാളമായും മുദ്രയായും പതിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോ ജീവിത പങ്കാളിയും അവരുടെ ജീവിത പങ്കാളിന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റവും ശക്തമായ ഒന്നാണത്. അങ്ങനെ ഒരു ജീവിത പങ്കാളിക്ക് തൻ്റെ ജീവിത പങ്കാളിൽ നിന്ന് അങ്ങനെ ലഭിക്കുമ്പോൾ അവരെ നയിക്കുന്ന വലിയൊരു ബോധ്യമുണ്ട്. അതാണ് ഉത്തമഗീതം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, എൻ്റെ പ്രിയൻ എൻ്റേതും. അതായത് ലോകത്ത് വേറെ ആരും എൻ്റെ പ്രിയൻ്റെ സ്വന്തമില്ല, എൻ്റെ മാത്രമാണ്. എല്ലാ ഭാര്യമാരും എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത്. എങ്കിൽ പ്രിയമുള്ളവർ, ഈ പ്രഭാതത്തിൽ തന്നെ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദമ്പതിമാർക്കും അതുപോലെ ആഴമായൊരു ബന്ധം ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴമായ ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റപ്പെടട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുമക്കളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, ഒരുപക്ഷെ പ്രഭാതത്തിൽ ഉണർന്ന് എത്രയും നേരത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത മക്കളാണെങ്കിലും ഓർക്കുക പ്രിയമുള്ളവരെ, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. പിന്നീട് യൂട്യൂബിലോ വാട്സപ്പിലോ ഒക്കെ ഈ മെസ്സേജ് കാണുന്ന മക്കൾക്കും അനുഗ്രഹം കിട്ടട്ടെ. അതുപോലെ തന്നെ നിന്നെ കൂടുതൽ കർത്താവ് അനുഗ്രഹിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ വചനഭാഗം, ഈ വചനജ്വാലയിൽ പങ്കെടുത്തുകൊണ്ട് ഇത് നിങ്ങൾ മറ്റു മക്കൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരിത് വായിക്കുകയും അച്ഛൻ പ്രാർത്ഥനയിലൂടെ പറയുന്ന ഈ കാര്യം അവർക്ക് അവരുടെ മനസ്സിൽ അഭിഷേകമാറുകയും ചെയ്യുമ്പോൾ നിമിത്തമായി നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.